സാറ്റർഡേ മോർണിംഗ് ആട്ടോ. അപ്പോൾ അതേ കിച്ചണിൽ വന്നിട്ടുണ്ട്. ചായയും പാലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനു വേണ്ടിയാണ് വന്നത്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ സാറ്റർഡേ സൺഡേ മെയിൻലി ബ്രഞ്ച് ടൈപ്പ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. നമ്മുടെ പുഞ്ചപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുഞ്ചപ്പൊടി. നമ്മുടെ എവീസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ കുട്ടനാടൻ എന്താ പറയുക ചുമന്ന അരിയുടെ. അപ്പോൾ അത് ചൂടുവെള്ളം ഉപ്പൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് വെള്ളയെക്കാട്ടി ഇതാ ഇഷ്ടം. നമ്മുടെ വെള്ള ഇടിയപ്പത്തിനെ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് അതങ്ങ് പിഴിഞ്ഞെടുക്കാം. എൻ്റെ ഇത് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന സേവനാഴി കേട്ടോ. അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടിയപ്പം വെക്കുന്ന അതിന് തന്നെയാണ് ഞാൻ മുട്ട പുഴുങ്ങായിട്ടേക്കുന്നത്. വേറെ നല്ല മുട്ടക്കറിയാണ്. ഇടിയപ്പം മുട്ടക്കറിയാണല്ലോ ബെസ്റ്റ് കോമ്പോ. അപ്പോൾ ഞാൻ മുട്ടയും നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ. നമ്മൾ പണ്ട് അരിയിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കത്തില്ലേ. ലാസ്റ്റത്തെ തട്ടിൽ ഞാൻ വെക്കില്ല കേട്ടോ, വെള്ളം കയറുന്നു എന്ന് പേടിച്ചിട്ട്. അപ്പം ആ മുകളിലുള്ള 2 തട്ടിലേ വെക്കത്തുള്ളൂ. ലാസ്റ്റുള്ള ബാക്കി മാവ് ഒരു ഉണ്ടയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അരമണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും. നമ്മുടെ മുട്ടയെ ആ സമയത്ത് ബോയിൽഡ് എഗ് ആവും. അപ്പം ഞാൻ ചട്ടിയിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ചട്ടി മുട്ടക്കറി. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം. അതിനുശേഷം നമ്മുടെ സവാള അരിഞ്ഞതും കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ചില സമയത്ത് ഞാൻ മുട്ടക്കറിക്ക് തക്കാളി ചേർക്കാറില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും തക്കാളി ചേർക്കാമെന്ന്. തട്ടുകട സ്റ്റൈലിനൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചതിനകത്തൊന്നും നമ്മുടെ ഈ തക്കാളി ചേർക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല. ഇതിന് വലിയ ഗ്യാസ് ഒന്നും ഉള്ള സംഭവമല്ലല്ലോ മുട്ടക്കറി എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും കുറച്ച് ചൂടുവെള്ളം കേട്ടോ ചെറിയൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മസാലയുടെ കുത്ത് മാറാതിരിക്കാനാണ് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് അത് കുറുകി വരുന്ന സമയത്തിന് നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് മുട്ട പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലോട്ടല്ലേ മുട്ട. നമുക്ക് പതുക്കെ നമ്മുടെ ഇടിയപ്പം അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇടിയപ്പം സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൊഴുക്കട്ടെ എനിക്കാട്ടോ, ഞാനാ അത് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി പതുക്കെ മുട്ട ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓരോന്നായിട്ടേ ആവി അടിക്കും കയ്യിൽ. പണ്ട് എൻ്റെ അമ്മയുടെ കൈ ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ നിന്ന് ആവി ഇങ്ങനെ അടിച്ചത് ഇപ്പോഴും വലിയ പാടായിട്ട് കിടക്കുക. അതുകൊണ്ട് എനിക്ക് ഈ ഇടിയപ്പം ഇഡലിയൊക്കെ ഞാൻ ഈ പാത്രം തുറക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കും. നമ്മുടെ മുട്ട കുറുകി വന്നിട്ടുണ്ട് ചട്ടിയിൽ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് ഇളക്കാം. നമ്മുടെ ചട്ടി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി സിമ്പിൾ കഴിച്ചാൽ മതി. അപ്പോൾ അച്ഛനെയും മോനെയും കാണണ്ടേ. രാവിലെ കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. മഴ എപ്പോഴും വേണമെങ്കിലും പെയ്യാം. അപ്പം നല്ലൊരു കാറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് വെന്റിലേഷൻ കയറട്ടെന്ന് വെച്ചിട്ട് ചെയ്തിടുകയാണ്. പിന്നെ ഇന്ന് രാക്കെ വായന ദിവസമായിട്ട് ചില ദിവസങ്ങളിൽ രാക്കെ റീഡിംഗ് ആണ്. ആ ദിവസം മുഴുവൻ റീഡിംഗ് ആയിരിക്കും. അതേ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുഴുവൻ റീഡിംഗ് ആയിരിക്കും കൂടുതൽ സമയവും. നമ്മുടെ അങ്കു അകത്തിരുന്ന് പഠിക്കുകയാണോ വല്ല ടാബ് കാണുവാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ട്. 2 മുട്ട വീതം എല്ലാവർക്കും വേണം കേട്ടോ. ഒരു മുട്ടയൊന്നും ആരും ഏക്കത്തില്ല. അപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പവും. നമ്മുടെ വീട്ടിലെ പുതിയ ആളാണിത് കേട്ടോ. രാക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺഫറൻസിന് പോയത് കാണിച്ചല്ലോ ഡൽഹിയിൽ. അപ്പോൾ അവിടുന്ന് അവർക്ക് കൊടുത്തതാ. നല്ലൊരു ചെടി കേട്ടോ, ബുദ്ധൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അത് പൊട്ടിച്ചു പാക്കിങ് ഉണ്ടായിരുന്നു. നമുക്കിനി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ബാഹുബലി അല്ല കേട്ടോ, ഇത് ബുദ്ധനാണ്. ബുദ്ധൻ്റെ ഒരു പോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മണ്ണൊക്കെ നിറച്ച് ഒരു കുഞ്ഞിലയൊക്കെ ഉള്ളൊരു ചെടി. അതിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് അവിടെ വെക്കുന്ന സ്ഥലത്ത് പോലോ എന്ന് വെച്ചിട്ട് രാക്കെ ഒരു തട്ട് പോലത്തെ ഒരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്തിട്ട് നമുക്ക് വെച്ചിട്ട് ഇതിനി വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അങ്കുതേ എന്ത് കിട്ടിയാലും വെടിവെക്കലാണ് അവൻ്റെ ഒരു തോക്കുമുണ്ട്. അതിനെ നോക്കിയിട്ട് അപ്പോൾ നമുക്കിത് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. നല്ല ഭംഗിയുണ്ട് സംഭവം കാണാൻ കേട്ടോ. ഒരു ചെടിയും കൂടെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ, ഇത് വെക്കണ്ടേ. ഇന്നെന്തായാലും വലിയ മഴക്കോളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് കുറച്ച് തുണി ഒന്ന് കഴുകായിടണം. അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കൂടുമ്പോൾ കഴുകും കേട്ടോ. അതേ 2 പേരും
ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുവാണ്. അങ്ക് പിന്നെ ട്യൂഷനൊക്കെ ഉണ്ട് അവന്. നമ്മളിങ്ങനെ പുറകെ നടക്കണം ഓരോ കാര്യത്തിന്. അപ്പോൾ അതേ നമ്മുടെ കിച്ചണൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ടേ. ഇനി നമ്മുടെ തുണി ഇടണമല്ലോ. അപ്പോൾ പുറത്ത് എന്താ പറയുക, നമ്മുടെ ഗ്രാസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല പുല്ല് പിടിച്ചു. പക്ഷേ ഇത് പെട്ടെന്ന് ഇപ്പോൾ കിളിക്കുന്നുണ്ട് കേട്ടോ. അവർ ഓരോ ആഴ്ച ചെയ്താലും പെട്ടെന്ന് എനിക്കൊന്ന് മഴ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നല്ല, ഞാൻ പറഞ്ഞല്ലോ വെയിലുള്ള ദിവസമായതുകൊണ്ട് അവർ കട്ട് ചെയ്യുക. നമ്മുടെ തുണി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. പിന്നെ നമുക്ക് മഴ ഇങ്ങനെ ഒരു ശീലം ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ ഉള്ളവർക്ക് ഇത്രയും ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്ന മഴ വളരെ റെയറായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയ്ഡൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, ഇത് എന്താ ഇത്, തുണി ഉണങ്ങുന്നില്ല അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർക്ക് രാത്രിയിൽ കറണ്ടും കാണത്തില്ലെന്നാണ് പറയുന്നത്. ഈ കാറ്റൊക്കെ ആയതുകൊണ്ട് അവരുടെ ഗ്രാമത്തിൽ കറണ്ടൊക്കെ ഊരിയിടുമെന്ന്. നമുക്ക് പിന്നെ ഈ മഴയെന്ന് പറയുന്നത് ശീലം ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമല്ലോ. കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അത് നമ്മുടെ ശർമാജിയുടെ കടയിൽ എന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരും. ഇന്ന് ശരിക്കും ഒരു റിലാക്സ്ഡ് ഡേ ആയിരുന്നു കേട്ടോ. വലിയ എന്താ പറയുക, തിക്കും തിരക്കും ഒന്നും തോന്നിയില്ല. അല്ലെങ്കിൽ ശനിയും ഞായറും മാക്സിമം നമ്മൾ റിലാക്സ് ആയിട്ടാണല്ലോ വരുന്നത്, കാരണം സ്കൂൾ ഓഫീസും ഒന്നും ഇല്ലല്ലോ. ഒരു തണ്ണിമത്തങ്ങ ഇരുന്നത് ഞാനൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കളറുള്ള തണ്ണിമത്തങ്ങ ആയിരുന്നു. മധുരവും ഉണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച്. കാരണം അതൊന്ന് അരയണമെങ്കിലേ കുറച്ച് വെള്ളം വേണം. കളറ് കണ്ടോ. 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും അരിച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കും. അതൊരു ടേസ്റ്റാണ്. മധുരം ഒന്നും ഇടുന്നില്ല കേട്ടോ, അങ്ങനെ അങ്ങ് കുടിക്കുക. വെറുതെ തന്നെയുള്ള പഞ്ചസാര എല്ലാം കൂടെ നമ്മൾ കുടിക്കുന്ന ഒരുവിധം മധുരമുള്ള തണ്ണിമത്തങ്ങ. ഒരുപാട് ഞാൻ വെള്ളവും ചേർത്തിട്ടില്ല. നാരങ്ങയും കൂടെ ഒഴിക്കുമ്പോൾ ഒരു പുളിയുടെ ഒരു ടേസ്റ്റും കൂടെ വരും. 1-2 നാരങ്ങ പിഴിയാം. ഞാനിപ്പോൾ ഒരെണ്ണം പിഴിഞ്ഞ് ഒരുവിധം പുളിയുള്ള നാരങ്ങ, നല്ല നീരും ഉണ്ടായിരുന്നു. അരിച്ച് വെച്ച് അതിനകത്തോട്ട് നമ്മൾ നാരങ്ങയുടെ അത് എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കാതെ മിക്സ് ആകട്ടെ. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തങ്ങ ജ്യൂസ്. ഈ മഴയായതുകൊണ്ട് വലിയ ദാഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരാഴ്ചയായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട്. നമ്മൾ പിന്നെ എപ്പോഴും മാങ്ങയും പപ്പായയും ആണല്ലോ ഇപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഈ തണ്ണിമത്തങ്ങ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മുടെ സാധനം വന്നിട്ടുണ്ടേ, പറഞ്ഞില്ല അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ. പങ്ക് ട്യൂഷന് പോകുന്നതിന് മുന്നേ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അവൻ എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വെച്ചൊരു ബ്രെഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി, നമ്മുടെ പഴം, വീണ്ടും മാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ. പച്ച കളറിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല വഴുത്ത മാങ്ങയായത്, നല്ല ടേസ്റ്റ്, മധുരവും സൂപ്പറാ. പുഴുവൊന്നുമില്ല. വിഷമടിച്ചാണോ എന്തോന്നും അറിയത്തില്ല, എന്നാലും പുഴുവൊന്നുമില്ല. നമ്മൾ കുറേ മാങ്ങ ഈ വർഷം കഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ഉപ്പ് കഴിയാറായി. ഉപ്പ് കഴിയുന്നതിന് മുന്നേ വാങ്ങി വെക്കണമെന്ന് പറയുന്നുണ്ട്. ഉപ്പ് വാങ്ങി വെച്ചു. പിന്നെ ഉള്ളി, നമ്മുടെ വെളുത്തുള്ളി മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഈ ഗ്രാസ് ഞാൻ പറഞ്ഞല്ല, പുല്ല് വെട്ടുന്നതുകൊണ്ട് എനിക്ക് ആ പൊടി കുറച്ച് പ്രശ്നമായതുകൊണ്ട് ഞാൻ കഥ അങ്ങ് അടച്ചു. അല്ലെങ്കിൽ ഇച്ചിരി വെയിലുള്ള ദിവസമായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം മല പോലെ കിടക്കുന്നുണ്ട് തുണി നമുക്ക് മടക്കി വെക്കാനുള്ളത്. അതെനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ്. പിന്നെ തേച്ച് കൊണ്ടുവന്നതും കുറച്ച് ഞാൻ പുറത്ത് ഒരു ദിവസം വെച്ചിട്ട് അകത്ത് വെക്കും. കുറച്ച് നനവ് കാണും. ഒരു വെള്ളമൊക്കെ കുടഞ്ഞ് തേക്കുന്ന ഞാൻ തോന്നുന്നു. രാക്കയുടെ യൂണിഫോമാണ് മെയിനായിട്ട്. അപ്പോൾ ഈ പണി ഇനി ചെയ്യണം. അങ്ങനെ തുണിയൊക്കെ മടക്കി ഒരു ഇതൊന്ന് റെസ്റ്റ് എടുത്തിട്ടേ ഞാൻ വൈറ്റ് പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സവാളയും തക്കാളിയും പച്ചമുളകും കരിവേപ്പില ഉപ്പും എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വേവിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് വറുത്തൊക്കെ ഇട്ടിട്ട് ഞാനൊരു പ്രത്യേക രീതിയിലാട്ടോ വെള്ള പീസ് വെക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടവുമാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടി അത് സെറ്റാക്കി വെച്ചേ. അപ്പോഴത്തേക്ക് ചെറിയ മഴത്തൂള് വന്നു. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ വെയിൽ ചെറുതായിട്ടുണ്ടെങ്കിലും മഴക്കാറ് കയറി വരുന്നുണ്ട് കണ്ടോ ഒരു സൈഡിൽ. അതുകൊണ്ട് എന്തായാലും മഴ കാണും. അതാണ് ഞാൻ എല്ലാ തുണിയും അകത്ത് സ്റ്റാൻഡിൽ കിടന്നതങ്ങ് മടക്കി വെച്ചിട്ട് ബാക്കി തുണികളകത്ത് വീണ്ടും സ്റ്റാൻഡിൽ തൂക്കാമല്ലോ. അപ്പുറത്തെ ദീദി അകത്ത് നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണെ, മഴയത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ വൈറ്റ് പീസ് കറി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കടലക്കറീനെയും പയറുകറീനെയും ദാലിനെയും ഒക്കെ കാട്ടി ഏറ്റവും ഇഷ്ടം എനിക്ക് വൈറ്റ് പീസാണ്. ഗ്രീൻ പീസിനെ കാട്ടിയും ഇതിനൊരു വേറെ ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡിന്നർ അപ്പോൾ ഇതാ. നമ്മുടെ അങ്കു രാത്രി കിടക്കുന്നതിന് മുന്നേ ചില ദിവസങ്ങളിലുള്ള കലാപരിപാടികളാട്ടോ. അവൻ ഡ്രാമയിൽ ഷേക്സ്പിയറിയൻ ഡ്രാമയൊക്കെ പുതപ്പൊക്കെ വെച്ചിട്ട് അവൻ്റേതായ എന്തൊക്കെയോ ഡയലോഗുകൾ കണ്ണാടി നോക്കി പറയും, നമ്മളെ നോക്കി പറയും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച പോലെ തോക്കൊക്കെ എടുത്ത് വെടി വെച്ച് നടക്കുന്ന കാണാം. കുറേ ബോൾ കളിക്കുന്ന കാണാം. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ
കേരളത്തിലോട്ടുള്ള റോഡ് ട്രിപ്പിൽ നമ്മൾ കേരളം എത്തി, കാസർഗോഡ് കഴിഞ്ഞു. അപ്പം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരൂടാട്ടോ. എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ണൂർ ജില്ലയിലുള്ള, ഞാൻ ആദ്യമായിട്ടാണ് ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെ വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ കണ്ണൂരാണേ എന്ന് പറഞ്ഞ് എനിക്ക് കുറേ കമൻസ് ഇങ്ങനെ കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാനിങ്ങനെ ഇതിലേക്കൂടെ പോയപ്പോൾ ഞാൻ രാക്കയോട് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതിലേക്കൂടെ പോകുമ്പോൾ. അപ്പോൾ കണ്ണൂരുള്ളവർക്കൊക്കെ ഞാൻ അവിടെ വന്ന പോലെ ഒരു ഹായ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, പിന്നെ കോഴിക്കോടാണല്ലോ കയറുന്നത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്, കാരണം രാക്കയുടെ നാടാണല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കയറാതെ അത് ആ വഴിയൊന്നും പോകാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നേരെ നമ്മൾ പറഞ്ഞ വീട്ടിൽ കൊച്ചിയിലാ ചെല്ലുന്നത്. ഞാനതൊക്കെ മെല്ലെ മെല്ലെ ഇടുന്നുണ്ട്. നമ്മളിതേ ഇപ്പോൾ കോഴിക്കോട് എത്തി. ഇപ്പോൾ എന്തെങ്കിലും ചായയോ സ്നാക്സോ വല്ലതും കഴിക്കണമല്ലോ. കോഴിക്കോട് ഫേമസ് ആണല്ലോ അതിനൊക്കെ. നമ്മളിത് ചൂട് കട എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന വഴി തന്നെ കേട്ടോ നമുക്ക് കിട്ടി. സംഭവം ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് പോലെ തോന്നി. നമുക്ക് ചായ എന്തെങ്കിലും സ്നാക്കും കഴിച്ചാൽ മതി. പക്ഷേ അകത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല കിടില കേട്ടോ. അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ തുടങ്ങിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നോ രണ്ടോ ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഫുഡുകൾ കണ്ടോ, എനിക്ക് പേര് അവർ പറഞ്ഞു കേട്ടോ, എനിക്ക് അത്ര അറിയത്തില്ല. ഇനി ബില്ലിൽ നോക്കുമ്പോൾ കാണും, ചൂടുകടയെന്ന് അതിൻ്റെ പേര്. നമ്മൾ ചായ വാങ്ങിച്ചു, അങ്കൂന് മാംഗോ ജ്യൂസ് അത് വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞില്ല, എല്ലാം നോൺ വെജാണ് അകത്ത് കേട്ടോ. വെജായിട്ട് എന്തോ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പഴം നിറച്ചത്. ബാക്കി എല്ലാത്തിലും മുട്ടയെങ്കിലും ചേർത്ത് അതായിരുന്നു. അത് ഏതായിരുന്നു ബില്ല് ഇത്രയും ഞങ്ങൾ കഴിച്ചാൽ 560 ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് അവർക്കൊരു സംഭവം ഉണ്ടാകും, അവിടെ നിന്ന് ഇങ്ങനെ അവർ എടുത്തുകൊണ്ട് വരുമായിരുന്നു. സംഭവം സൂപ്പർ. അവർ ഞാൻ പറഞ്ഞില്ല ഇനാഗ്രേഷൻ ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പം നമ്മളെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് വെൽക്കം ചെയ്തതും ഒക്കെ. നല്ലൊരു കടയായിരുന്നു, ചൂട് കട. പിന്നെ നമ്മുടെ നാട്ടിലെ റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ, ചില സ്ഥലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടായിരിക്കണം നമുക്ക് മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ MVDയും എന്താ സ്പീഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ചെറിയ മഴയും ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് നമ്മുടെ നിപ്പ കണ്ടുപിടിച്ച ഒരു ഡോക്ടറുള്ള ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും അതൊക്കെ ആക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ ന്യൂസിൽ കേൾക്കുന്ന ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ലോഗായിരുന്നു, നമ്മുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ നമ്മുടെ ബാക്കി കേരള റോഡ് ട്രിപ്പും. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.